ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഗെയിമിംഗ് സ്റ്റാർട്ടപ്പ് മെറ്റാഷോപ്പ്, സോസ്റ്റാപ്പ് വെഞ്ചർ, പന്തേര പി ക്യാപിറ്റൽ എന്നീ നിക്ഷേപക സ്ഥാപനങ്ങളിൽ നിന്നും 1 കോടി രൂപയുടെ സീഡ് ഫണ്ടിംഗ് കരസ്ഥമാക്കി. കമ്പനിയുടെ ഗവേഷണ വിപുലീകരണം, ബ്രാൻഡ് ബിൽഡിംഗ് എന്നിവയ്ക്കായി ഫണ്ടിംഗ് വിനിയോഗിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. 2021 പ്രിൻസ് തോമസ്, രഞ്ജിത് കുമാർ ബെഹ്റാജ്, അജിത് സണ്ണി എന്നിവർ ചേർന്നാണ് മെറ്റാഷോട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. 2023 മുതൽ ഗെയിമിംഗ് അധിഷ്ഠിത മെറ്റാഷോട്ട് സ്മാർട്ട് ബാറ്റുകളും കമ്പനി വിപണിയിലെത്തിയിരുന്നു. വെർച്വലായി ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരമാണ് ഈ ഗെയിമിംഗിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ പ്രധാന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ ഗെയിമിംഗ് ബാറ്റ് ലഭ്യമാണ്. മെറ്റാഷോട്ടിൽ നിന്നും കൂടുതൽ ഗെയിമുകൾ പുറത്തിറക്കി വെർച്വൽ ലോകത്ത് കൂടുതൽ വിപണി വിഹിതം നേടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രിൻസ് തോമസ് വ്യക്തമാക്കി. വരുന്ന സാമ്പത്തിക വർഷം വരുമാനം 5 ഇരട്ടി വർദ്ധിപ്പിക്കാനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഗൾഫ് വിപണിയിൽ പ്രവേശിച്ച കമ്പനി വൈകാതെ US മാർക്കറ്റിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ബിസിനസ് റിയാലിറ്റി ഷോയായ ഷാർക്ക് ടാങ്ക് ഇന്ത്യ സീസൺ 4-ൽ മെറ്റാഷോട്ടും ഉണ്ടാകും. ആഗോളതലത്തിൽ കൺസോൾ ഗെയിമിലാണ് വിപണി നിലയിൽ $50.9 ബില്യൺ. 2033 ഇത് $91.24 ബില്യൺ വളരുമെന്നാണ് പ്രവചനം. ഇന്ത്യയിൽ ഈ വിപണി നിലവിൽ $2.2 ബില്യൺ. 2028 ഇത് $8.6 ബില്യൺ ഉയരാനും സാധ്യതയുണ്ട്.